വിവാഹമോചന കേസുകളിൽ ഒരു നിർണായക നിരീക്ഷണം സുപ്രീം കോടതിയുടെ പരമോന്നത കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. നമ്മൾ പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് തെളിവായി പരിഗണിക്കാം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇത് തെളിവായി സ്വീകരിക്കാനാകില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ജസ്റ്റിസ് വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റേതാണ് ഈ നടപടി. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലു, ഇപ്പം ഹൈക്കോടതി ഇത് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി, അതായത് പങ്കാളി അറിയാതെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു തെളിവായി കണക്കാക്കാം എന്ന് എന്ത് ബേസിലാണ് പറഞ്ഞത്? ആര്യ, പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടേതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഈ ഉത്തരവ്. അതായത് ഈ ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 122 വകുപ്പ് പ്രകാരം ഈ രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്ന പങ്കാളിയുടെ ഈ ഫോൺ സംഭാഷണങ്ങളും മറ്റും വിവാഹമോചന കേസുകളിൽ തെളിവായി പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല എന്നായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി പറഞ്ഞിരുന്നത്. അതിൽ പ്രധാനമായും ഈ ഹൈക്കോടതി പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇത് ഈ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 122 വകുപ്പ് പ്രകാരം അത്തരം അങ്ങനെ ഈ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറിക്കൊണ്ടുള്ള അത്തരം നടപടികൾ അതിനെ തെളിവായി കണക്കാക്കാൻ വേണ്ടി കഴിയില്ല എന്നതായിരുന്നു. പക്ഷേ ജസ്റ്റിസുമാരായ സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരായ ബി നാഗരത്നയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് ഈ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടനയുടെ 21ാം അനുച്ഛേദ പ്രകാരം എല്ലാ കേസിലും നീതിയുക്തമായ വിചാരണ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീതിയുക്തമായ വിചാരണയ്ക്ക് വേണ്ടി ഇത്തരം തെളിവുകൾ, അതായത് ഈ രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഈ സംഭാഷണങ്ങൾ ഉൾപ്പെടെ ഈ വിചാരണയ്ക്ക് നീതിപൂർണമായി പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ അതിനെ തെളിവായി കണക്കാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരുന്നത്. ഈ ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം സംഭാഷണങ്ങളൊക്കെ ഈ തെളിവായി കണക്കാക്കുകയാണെങ്കിൽ അത് ഈ ഗാർഹിക ഐക്യത്തിന് വലിയ തോതിൽ ബാധിക്കുകയും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്റ്റൂപ്പിംഗ് അഥവാ ഈ പരസ്പരം ഈ ഒളിഞ്ഞു നോക്കട്ടതും മറ്റും അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിനും മറ്റുമുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കും എന്നൊക്കെയുള്ള വാദങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ വാദങ്ങളൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത് ഈ വിവാഹമോചന കേസുകളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഉത്തരവാണ്. ശരി ബാലു, പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ വിവാഹമോചന കേസുകളിൽ ഒരു വലിയ ട്വിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ നമ്മൾ പങ്കാളി അറിയാതെ രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നത് തെളിവായി, അതായത് ഡൈവോഴ്സ് കിട്ടാൻ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു, ഒരു തെളിവല്ലായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ സുപ്രീം കോടതി പറയുകയാണ് അതിന് തെളിവായി ഉപയോഗിക്കാം, വിവാഹമോചനം നേടാൻ അത് ഉപയോഗിക്കാം എന്നുള്ള കാര്യം.